ഹായ്, നമ്മൾ ഇന്ന് മൈക്രോവേവിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു പപ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ ഇണക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിത് മൈക്രോവേവിൽ നല്ല രീതിയിൽ പപ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പപ്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്ത പപ്സ് ഫ്ലോപ്പായിരുന്നു, പക്ക ഫ്ലോപ്പായിരുന്നു. എല്ലാവരും വിചാരിക്കും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് കയറി എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സക്സസ് ആകുന്നു. പക്ഷെ എപ്പോഴും സക്സസ് ആകണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ ആ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ സക്സസ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സക്സസ് ആകുന്നത്. പക്ഷേ ഇത് സക്സസ്ഫുള്ളാണ്. കൺവെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോപ്പായിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ആരും ഒരു പ്രാവശ്യം കൊണ്ട് ഫ്ലോപ്പായി എന്നും പറഞ്ഞത് ഒരിക്കലും പിന്മാറരുത്. പിന്മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ പപ്സ് ഉണ്ടാക്കാനുള്ള മസാല ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മസാലക്കകത്ത് പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള ചേരുവകളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന സെയിം ചേരുവ തന്നെയാണ്. പക്ഷേ അതൊന്ന് കുറച്ചൊന്നൊരു ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടീഷനിലെടുത്താൽ മതി. ഒരു ചെറിയൊരു സെമി ഗ്രേവി ആയിട്ടുള്ള കണ്ടീഷനിലെടുക്കുക. ഇപ്പോൾ നമ്മൾ പപ്സ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ തൊലി അല്ലെങ്കിൽ അതിൻ്റെ സ്കിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം മൈദ, മുട്ട, സോഡാപ്പൊടി, അതുകൂടാതെ തന്നെ സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, ചെറുതായിട്ട് പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റാണ് ഇത്. നമ്മൾ നന്നായിട്ട് പൊറോട്ട അടിക്കുന്ന പോലെ അടിച്ച് പരത്തി നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അതിനൊരു നമ്മളിവിടെ മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഒരു അരിഞ്ഞ് ഒരു പകുതി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മുട്ടയുടെ ആ ഒരു തൊലി, അതായത് ആ സ്കിന്നിൻ്റെ അകത്തേക്ക് നമ്മൾ മസാല വെക്കുന്നുണ്ട്. മസാല വെച്ചിട്ട് നമ്മളൊരു എഗ്ഗിൻ്റെ പകുതി എടുത്തിട്ട് മറിച്ച് വെക്കുന്നു. പിന്നെ അതിന് നമ്മൾ 4 സൈഡിലോട്ടും മടക്കുന്നു. ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. ഇങ്ങനെ മടക്കി നമ്മൾ എല്ലാം നമുക്കങ്ങനെ സെറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10-15 പപ്സ് ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുട്ട എല്ലാം മസാലയൊക്കെ വെച്ചിട്ടിങ്ങനെ മടക്കി ഇതുപോലെ നല്ല വൃത്തിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് ബേക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല ബ്ലഫി ആയിട്ട് വരും. അപ്പോൾ നമുക്കിനി മൈക്രോവേവിലോട്ട് പോകാം. എങ്ങനെയാണ് അതിൻ്റെ മൈക്രോവേവിൽ ചെയ്യേണ്ട പരിപാടി എന്താണെന്നുള്ളത്. ഈ ഒരു മൈക്രോവേവ് നമുക്ക് ഫസ്റ്റ് ഒരു 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം. അങ്ങനെ പ്രീഹീറ്റ് ചെയ്യുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെക്കുന്നത് പെട്ടെന്ന് നമുക്ക് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മളതിന് കൺവെക്ഷൻ എടുക്കും. ഈ കൺവെക്ഷൻ എന്ന് പറഞ്ഞതാണ് നമുക്ക് ബേക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം പപ്സ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഓവൻ നമുക്ക് പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കൺവെക്ഷൻ എടുക്കുക. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോഗ്രാമാണ്. നമ്മളിപ്പോൾ 130 ഡിഗ്രി ടെമ്പറേച്ചറാണ്. നമ്മളതിനെ ഒരു 180ലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിന് ടൈം കൊടുക്കണം. നമുക്കൊരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ അതിന് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാര്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 5 എണ്ണമാണ് ക്വാണ്ടിറ്റിനകത്ത് വെച്ചേക്കണത്. അപ്പോൾ ഇത് ബട്ടർ പേപ്പർ ഈ ഒരു പ്ലേറ്റിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. സെറാമിക് പ്ലേറ്റാണ് നമ്മൾ വെക്കുന്നത്. കാര്യം നമ്മൾ അടുത്ത ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കൺവെക്ഷനിലല്ല, നമ്മളൊന്ന് ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതിനകത്തേക്ക് വെക്കാം. നല്ല ഹീറ്റായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരെ അതിൻ്റെ അകത്തേക്ക് വെക്കുന്നു. അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് പക്ക പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ദയവായി ക്ഷമിക്കുക. ഇത് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ നേരെ അതിൻ്റെ അകത്തേക്ക് വെക്കുന്നു. നമ്മളിവിടെ അതിൻ്റെ ഓപ്ഷൻ എടുക്കുന്നത് ഈ ഗ്രില്ല് കോമ്പി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലാണ്. നമ്മൾ കണ്ടില്ലേ, ഇതിനകത്തിപ്പോൾ കൺവെക്ഷൻ പ്ലസ് മൈക്രോവേവ് എന്നുള്ളൊരു സിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുവാണ്. സ്റ്റാർട്ട് കൊടുത്തിട്ട് നമ്മൾ ടൈം കൊടുക്കണം. ഒരു 20 മിനിറ്റാണ് നമ്മൾ ടൈം കൊടുക്കുന്നത്. 20 മിനിറ്റ് ടൈം കൊടുത്തു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മൈക്രോവേവ് പ്ലസ് കൺവെക്ഷൻ, അപ്പോൾ പെട്ടെന്ന് അത് ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. മുട്ടയുടെ പീസാണ് തെറിച്ചെടുക്കുന്നത് മൈക്രോവേവ് പോയിട്ട്. അപ്പോൾ മൈക്രോവേവിനേക്കാളും കുറച്ചുകൂടി നല്ലത് നമ്മൾ ഉപയോഗിക്കേണ്ടത് കൺവെക്ഷൻ പ്ലസ് ഗ്രില്ലാണ്. നമ്മൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് മാറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പൊട്ടണ സൗണ്ട് കണ്ടപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രോഗ്രാം ഏകദേശം തീരാറായിട്ടുണ്ട്. പപ്സ് നല്ല സെറ്റായിട്ട് വന്നിരിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. പപ്സൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ എന്തോ പണി പാളിയ പോലെ തോന്നുന്നുണ്ട് ഗായ്സ്. പപ്സ് അതിനകത്തുനിന്ന് പോരുന്നില്ല.
കുഴപ്പമില്ല, നമുക്ക് ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ ഇതിനും ബെറ്റർ ആകും. കണ്ട പേപ്പറൊക്കെ അതിനകത്ത് പൊട്ടിപ്പിടിച്ചു, ആകെ ഫ്ലോപ്പായ കണ്ടീഷനിലാണ്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് പരീക്ഷണമായതുകൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ്. മനസ്സിലല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പരീക്ഷണ വീഡിയോകൾ ഇനിയും വരും. അപ്പോൾ ദയവായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്